ഞാൻ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവത്തെ വഴക്ക് പറയണം. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ചിലരങ്ങ് ഒത്തിരി ഒച്ച വെച്ച് ഷൗട്ട് ചെയ്തൊക്കെ കർത്താവിനോട് കർത്താവേ. പ്രാർത്ഥിക്കാൻ പഠിക്കണം. നിങ്ങളിപ്പോൾ ദുബായില് അല്ലെങ്കിൽ ഷാർജയിൽ അല്ലെങ്കിൽ UAE ഒരു സ്ഥലത്ത് നിങ്ങൾ അവിടുത്തെ രാജാവിന്റെ അടുക്കൽ നാളെ രാവിലെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര സൂക്ഷിച്ചായിരിക്കും വാക്കുകൾ പറയുന്നതല്ലേ? 5, 10, 15 മിനിറ്റ് നിങ്ങൾ തരിക, നിങ്ങൾക്ക് കിട്ടുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് അവിടെ പോയി പറയേണ്ടത് പറയണ്ടവണ്ണം താഴ്മയോടെ നിങ്ങൾ അത് അവതരിപ്പിക്കും. സർവശക്തനായ ദൈവത്തോട് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. യേശു പഠിപ്പിച്ചു. ഇന്ന് എന്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. എന്നാൽ പിന്നെയും ഞാനൊരു സൂചന പറയും. കർത്തൃ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചാൽ 6 പ്രധാനപ്പെട്ട റിക്വസ്റ്റുകളാണ് അതിനകത്തുള്ളത്. അതൊരു മോഡൽ പ്രയറാ. അത് തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണമെന്ന് കർത്താവ് അർത്ഥമാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അതൊരു മോഡലാണെങ്കിൽ 6 പ്രധാനപ്പെട്ട റിക്വസ്റ്റിൽ ആദ്യത്തെ 3 നമ്മുടെ കാര്യമേ അല്ല. അവിടെ തന്നെ നമ്മുടെ പ്രയർ എത്ര ചേഞ്ച് ആണ് വരേണ്ടതല്ലേ? നമ്മളെ കൊണ്ട് ഇരിക്കുമ്പോ തൊട്ട് പിന്നെ നിനക്കറിയാമല്ലോ നാളെ എന്റെ ആ ഇക്കാമയുടെ കാര്യത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങുക. പക്ഷെ ജീസസ് പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. 3 requests concerning God the Father. അവിടെ തന്നെ നമ്മുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കുക. പിതാവേ എന്ന് വിളിക്കാൻ മക്കൾ എന്ന പദവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം, ദൈവരാജ്യം, ഇതൊക്കെയാണ്. 4ാമത്തെ റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങൾ സൂക്ഷിക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള അടുത്ത 3 റിക്വസ്റ്റുകൾ നമുക്ക് കാണാൻ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്റെ മുഖവര പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പഠിക്കണം. കർത്താവ് അത് ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ we will know how to communicate. Yes, God is our Father. അതുകൊണ്ട് ചിലരങ്ങ് പറയും, oh daddy, I can say anything to my daddy. No, you can't. He is your heavenly Father. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഇൻ റെവറൻസ് ആയിരിക്കും. So we need to study how to pray. അപ്പൊ ജീസസ് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രയർ ലൈഫ് കൂടെ നടന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇമ്പാക്ട് ചെയ്തു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും. ക്രിസ്തീയ ജീവിതം പ്രോപ്പറായി തിരുവെഴുത്തും പ്രകാരം ജീവിക്കുകയാണെങ്കിൽ വാക്കും ഭാഷണവും കൂടാതെ we are bringing an impact on their life. ജീസസ് ഈ ശിഷ്യരെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? തന്നോട് കൂടെ ഇരുപ്പാൻ എന്ന് പറഞ്ഞാൽ അവരെ മെന്റർ ചെയ്യാൻ, അവര് കർത്താവിൽ നിന്ന് പഠിക്കാൻ, തന്നോട് കൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതായി അയക്കുവാനും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 24/7 ഇവരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. They were very impressed. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഇനി കുറെ വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. ജീസസിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ നമ്മൾ amazed ആകും how much Jesus prayed. ഇത് ദൈവത്തിന്റെ മക്കളായ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കോപ്പി ചെയ്യേണ്ടതാണ്. പ്രാർത്ഥനയിൽ വരുന്ന
ശുഷ്കിച്ച അനുഭവമാണ് ക്രിസ്തീയ ജീവിതം കാര്യമായ നിലയിൽ നമുക്ക് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുന്നതും ആത്മീക ശുശ്രൂഷകളിൽ വേണ്ട നിലയിൽ നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയാതെ ഇരിക്കുന്നതിന്റെ കാരണം. ദ സീക്രട്ട് ഇസ് പ്രയർ. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉപവസിക്കുന്നവർ എത്ര പേരുണ്ട്? ഉപവാസവും പ്രാർത്ഥനയാണ്. ശരിക്കും ഉപവസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് അവരവർക്കറിയാം. ഏതായാലും കേരളത്തെക്കാട്ടിൽ ബെറ്റർ ആണ് ഗൾഫ് എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്, പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ. We need to fast and we need to pray. Jesus is our model. നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 3:21. ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഏകദേശം 30 വയസ്സുള്ള കർത്താവ് സ്നാനപ്പെടുവാനായിട്ട് കടന്നു പോവുകയാണ്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. At the beginning of his ministry, Jesus is seen as praying. അവിടെ സ്വർഗം തുറക്കുന്നു. പരിശുദ്ധയാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു എന്ന് നാം കാണുന്നു. എന്താ നമുക്ക് കിട്ടുന്ന ദൂത്? ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എന്നെ ആത്മാവിൽ നിറയ്ക്കും, അഭിഷേകം എന്റെ മേൽ വരും. വേറെ എങ്ങും ഞാൻ പോകേണ്ട കാര്യമില്ല. പ്രത്യേകമായിട്ടുള്ള എക്സ്പെർട്സിനെ ഒന്നും കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജീസസ് ആണ് എന്റെ മോഡൽ. ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ആവശ്യമാകുന്ന നിയോഗവും അഭിഷേകവും ദൈവം നേരിട്ട് പകരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മത്തായി 4:1-2, അത് ലൂക്കോസ് 4-ലും ഇതേ കാര്യം കാണാം. 40 ദിവസം യേശു ഉപവസിക്കും. അതും ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവ് ഉപവസിക്കുക. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ജീസസ് ഫാസ്റ്റഡ് ആൻഡ് പ്രേഡ്. ഞാൻ പ്രാരംഭത്തിൽ ഇതെല്ലാം പറയുന്നത് ഈ മോഡലാണ് ശിഷ്യന്മാരെ ഇമ്പാക്ട് ചെയ്തത്. നമ്മളെ ഇമ്പാക്ട് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ലൈഫ് ഈ യേശുവിന്റെ മോഡലിന്റെ പുറകെ നമ്മൾ മോഡൽ ചെയ്താൽ നമ്മുടെ ലൈഫ് മാറും. കുടുംബജീവിതം മാറും, വ്യക്തിപരമായ ആത്മീക ജീവിതം മാറും, ശുശ്രൂഷയുടെ മേഖലകൾ മാറും. സീക്രട്ട് ഈസ് പ്രയർ. ഞാൻ വായിച്ച ഭാഗത്ത് വന്ന് അവിടെ ഒരു എക്സ്പോസിഷൻ നടത്താം. മുഖവരെ ഞാൻ അല്പം ദീർഘിപ്പിച്ച് നിങ്ങളെ ജീസസിന്റെ പ്രയർ ലൈഫ് ഞാനൊന്ന് കാണിക്കുക. ലൂക്കോസ് 5:15-16 വാക്യത്തിൽ ധാരാളം ആളുകളെ കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ കർത്താവ് അൺയൂഷ്വലി ബിസി ആയിരുന്നു. പക്ഷെ യേശു പ്രാർത്ഥിക്കുക. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്രയും പുരുഷാരം നമ്മളെ മിനിസ്ട്രി വല്ലോ വന്നായിരുന്നു, നമുക്ക് പിന്നെ പ്രാർത്ഥനയൊന്നും വേണ്ടല്ലോ. We are so busy with the ministry that we don't have time to pray. പക്ഷെ ജീസസ് കണ്ടോ, ഓവർ ബിസി ആകാതെ തന്നെ സൂക്ഷിക്കുക. അതിനേക്കാൾ വലുതാണ് പിതാവിന്റെ കൂടെ ഇരിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കണം. ശുശ്രൂഷയെക്കാട്ടിൽ വലുതാണ് പിതാവിന്റെ കൂടെ ഇരിക്കുന്നത്. ഇൻഫാക്ട് പിതാവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ള നിറവിന്റെ ഔട്ട്ഫ്ലോ ആണ് ശുശ്രൂഷ. ആമേൻ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീസസിന്റെ മോഡലിൽ നിന്നാണ്. ലൂക്കോസ് 6:12 വരുമ്പോൾ ഒരു രാത്രി മുഴുവനും യേശു പ്രാർത്ഥിച്ചു. ഒക്കെ ഓൺലൈൻ പ്രയർ വെച്ചാൽ എത്ര പേര് വരുമെന്നുള്ളത് കണ്ടറിയണം. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം? ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. എന്താ അവിടുത്തെ വിഷയം എന്നറിയാമോ?
അടുത്ത ദിവസം രാവിലെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കണം. അതിൽ പിതാവിന്റെ ഹിതം അന്വേഷിക്കുക. നമുക്ക് കിട്ടുന്ന ദൂത് എന്താ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കാറുണ്ടോ? നേരമില്ല പാസ്റ്ററെ, അതാ ഞങ്ങൾ ആ പ്രവാചകനോട് പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചിട്ട് ദൂത് പറയണം. നമ്മുടെ ജീവിതത്തിലൊക്കെ മേജർ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തേണ്ടത്? എന്താണ് ദൈവഹിതം? നമ്മുടെ ഇഷ്ടം നടക്കരുത്, ദൈവത്തിന്റെ ഹിതം നടക്കണം. ഇൻഫാക്ട് ജീസസിന്റെ ഹോൾ 33.5 ഇയറിൽ പിതാവിന്റെ ഹിതം മാത്രമേ നടന്നിട്ടുള്ളൂ. ഒരൊറ്റ കാര്യം പോലും യേശു സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. അതാണ് ബൈബിള് പറയുന്നത്. അപ്പൊ ഈ പിതാവിന്റെ ഹിതം എപ്പോഴേ അറിയുന്നത് ഇൻ പ്രയർ. ഇവിടെയും ഒരു മേജർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം വരുന്ന വർഷങ്ങളിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അന്ന് അറിയപ്പെട്ട ലോകത്തിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ ആരായിരിക്കണം അത് കൊണ്ടുപോകുന്നത്? അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു മേജർ ഡിസിഷന് മുൻപിൽ യേശു നിൽക്കുക. And he prayed. All night he prayed. മത്തായി 14:22 ഭയങ്കര ഒരു അത്ഭുതം നടന്നു. അത് 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പുരുഷന്മാർ അല്ലെങ്കിൽ 10,000-15,000 പേരെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉടൻ നമ്മൾ കാണുന്നത് ജീസസ് പ്രാർത്ഥിക്കാനായിട്ട് മലയിൽ പോകുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അവിടുത്തെ രംഗം ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. അത് യോഹന്നാൻ 6 ചേർത്ത് പഠിക്കേണ്ടതാണ്. അവിടെ ഒരു വിഷയമുണ്ടായി. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ആളെല്ലാം കൂടെ ഒന്ന് കൂടി. ഇവിടെ ഇത് കൊള്ളാമല്ലോ, സൂപ്പർ വചനം, അത്ഭുതകരമായ അപ്പം കിട്ടും, വിശപ്പടങ്ങുന്നു. നമുക്കേ യേശുവിനെ അങ്ങ് മന്ത്രിയാക്കിയാലോ? ആളുകളെല്ലാം കൂടെ യേശുവിനെ രാജാവാക്കാൻ, മന്ത്രിയാക്കാൻ തയ്യാറാകുക. യേശുവിന് മനസ്സിലായി ഇത് ഭയങ്കര ട്രാപ്പാണ്. യേശു വന്നത് രാഷ്ട്രീയ രാജ്യം സ്ഥാപിക്കാനല്ല. ശിഷ്യന്മാർ ഇതിനകത്ത് പെട്ടുപോകാൻ സാധ്യത ഉണ്ട്. കാരണം ബെത്സൈദയിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. അവരിൽ ചിലര് ബെത്സൈദക്കാരാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളെ മാനിക്കണമേ. അങ്ങനെ ഒരു രംഗം അവർക്ക് വന്നിരിക്കുക. ആ ട്രാപ്പിനകത്ത് അവർ പെട്ടുപോകും. യേശു രാജാവായാൽ ഇവര് മന്ത്രിമാരാകും. ഭൗതികമായ കാര്യം അവരെ ട്രാപ്പ് ചെയ്യാതിരിക്കാൻ അവരോട് പറഞ്ഞ് വണ്ടി വിട്ടോളാൻ പറഞ്ഞു. അവർക്കിത് മനസ്സിലാകുന്ന പോലുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മളെ ഒന്ന് മാനിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയാ വണ്ടി വിട്ടോളാൻ. ശിഷ്യരായതുകൊണ്ട്, കർത്താവിനെ അനുഗമിക്കുന്നവരായതുകൊണ്ട് ചോദ്യം ചോദിക്കാതെ അവരക്കരയ്ക്ക് പോവുകയാണ്. യേശു മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിക്കുക. പക്ഷെ ആ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ പോകുന്നവരെ കർത്താവ് ശ്രദ്ധിച്ചു. അവിടെയാണ് കൊടുങ്കാറ്റുണ്ടായി കർത്താവ് 4-ാം യാമത്തിൽ ചെന്നവരെ രക്ഷിക്കുന്നത്. ട്രാപ്പുകളുടെ നടുവിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഓൾവേസ് ഇൻ ട്യൂൺ വിത്ത് ദ ഫാദർ. നോക്കിയാൽ നിങ്ങൾ, ഞാൻ കുറെ വാക്യങ്ങൾ മാത്രമാണ് തരുന്നത്. ജീസസിന്റെ പ്രയർ ലൈഫ് നമ്മളെ ഇംപ്രസ് ചെയ്യണം. ചടങ്ങല്ല പ്രാർത്ഥന, ഉപവാസം ചടങ്ങല്ല, ഫാദറിന്റെ കൂടി ഇരിക്കുകയാണ്. ആ ഊഷ്മള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിനാണ് പ്രയർ. ലൂക്കോസ് 9:18 അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു.
അത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവിടെയാണ് പീറ്റർ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഓ പീറ്റർ, ഇത് ജഡരക്തങ്ങളല്ല, എന്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണ്. അപ്പൊ ഇവർക്ക് വെളിപ്പാടുണ്ടാകേണ്ടതിന് ജീസസ് പ്രേഡ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പോളും പ്രാർത്ഥിക്കുന്നുണ്ട്, ആ സഭയിലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണം. അവരെന്തിനാ ദൈവം വിളിച്ചത്? അവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ദൈവശക്തി എന്നതിനെ കുറിച്ച് അവർക്ക് നോളജ് ഉണ്ടാകണം, റെവലേഷൻ ഉണ്ടാകണം. ജീസസും അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ലൂക്കോസ് 9:28 മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപ മലയിൽ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. യോഹന്നാൻ 12:27 ക്രൂശിക്കപ്പെടാൻ പോകുന്ന ക്രിസ്തുവിന്റെ ഉള്ളത്തിൽ സംഘർഷമുണ്ടായി, അവിടെയും പ്രാർത്ഥിച്ചതിന്മേൽ ജയമെടുക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് യോഹന്നാൻ 17:1 മുതൽ 26 വരെയുള്ള വാക്യം, മഹാപുരോഹിത പ്രാർത്ഥന. ആദ്യത്തെ 5 വാക്യങ്ങളിൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ വചനത്താൽ പിൻകാലങ്ങളിൽ രക്ഷിക്കപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ജീസസ് എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ജോൺ 17 is the answer. High priestly prayer of Jesus Christ. മത്തായി 26:36 മുതൽ 46 വരെ കർത്താവ് ഗെത്സമനയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്, അതായത് ശുശ്രൂഷയുടെ ഏറ്റവും അവസാനവും നമ്മൾ കാണുന്നത് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. ഇനി ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടോ ലൂക്കോസ് 23:34 കർത്താവ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. പ്രേയിങ് ഫോർ ഹിസ് എനിമീസ്. മത്തായി 27:46 ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന സമയത്ത്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് എല്ലോയി എല്ലോയി ലമ്മ സബക്താനി. അപ്പൊ എല്ലായിടത്തും നമ്മൾ കാണുന്നത് എന്താ? ജീസസ് ഇസ് ഇൻ പ്രയർ. ഇനി ഏറ്റവും അവസാനം ലൂക്കോസ് 23:46 അന്ത്യശ്വാസം എടുക്കുമ്പോൾ യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞി താണഭൂമിയിൽ ജഡാവതാരം ചെയ്ത ദൈവത്തിന്റെ പുത്രന് ഭൂമിയിൽ ഇത്രയധികം പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ കേവലം മനുഷ്യരായ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാനാണ് പാട്. നമ്മൾ ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ വന്നിരിക്കുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച, we do not have a dynamic prayer life. ഉപവാസ പ്രാർത്ഥന ഒരിക്കലും വിസ അടിക്കാനല്ല, മക്കളെ കെട്ടിക്കാനുള്ളതല്ല ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കുറവെന്താണ് ഇത് മനസ്സിലാക്കി ആത്മതപനം ചെയ്യണം. റിപ്പന്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. ഹൗ ഈസ് യുവർ പ്രയർ ലൈഫ്? വേദപുസ്തകം പറയുന്നു ജീസസ് ഈസ് ദ മോഡൽ. ഇന്ന് രാത്രിയിൽ നിഷ്പക്ഷമായി നമ്മൾ ഈ വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ വിലയിരുത്തിയാൽ നമ്മൾ എല്ലാവരും കുറവുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. നമ്മുടെ പ്രയർ ലൈഫ് തിരുത്തപ്പെട്ടാൽ, റെഡിയായാൽ, വചനപ്രകാരമായാൽ നമ്മുടെ ജീവിതം മാറും, ശുശ്രൂഷ മാറും, സകലതും മാറും. നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഇവിടെയും ആ പ്രയോറിറ്റി ഇൻ പ്രയർ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. 35-ാം വാക്യമാണ്. മർക്കോസ് 1:35 ഞാൻ പ്രാരംഭമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു
പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്നാണ് പേഴ്സണൽ പ്രയറിന് മുൻഗണന കൊടുക്കണം എന്ന ആശയം യേശുവിന്റെ ഈ മോഡലിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഉള്ളത്. ആ വാക്ക് ശ്രദ്ധിക്കണം. അതികാലത്തെ എഴുന്നേറ്റു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. യേശു അതിരാവിലെ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാൻ, മറ്റേത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. അപ്പൊ എന്റെ ചോദ്യം ഇതാ, ഈ അതികാലത്തെ എന്ന് പറഞ്ഞാൽ എത്ര മണിയായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ? എത്ര മണിയായിരിക്കും? 5 മണി, 6 മണി, 7, 8? നമ്മൾ എത്ര മണിക്കാ? അത് എന്റെ പാസ്റ്ററെ, നമ്മളെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ മണി 11, 12 ഒക്കെ ആയി. ഞാൻ കിടക്കുമ്പോഴത്തേക്ക് ഒരു 12, 1 മണിയാകും. പിന്നെ ഈ അതികാലത്തെ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യരല്ലേ നമ്മൾ. ഇത് യേശുവിന്റെ മനുഷ്യത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. നമുക്കൊരുപാട് ന്യായങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു മനുഷ്യൻ പറയുന്നത്, ശരിയാ, എന്റെ പ്രാർത്ഥനാ ലൈഫ് ശരിയല്ല, ഞാനൊരു ഉഴപ്പനാ, അതികാലത്തെ വേണേ എനിക്ക് എഴുന്നേക്കാം. അഡ്മിറ്റ് ചെയ്യത്തില്ല, നമ്മളെ ന്യായീകരിക്കും. എന്തോ പറയാനാ, വലിയ പാടാ. തന്നെയല്ല പാസ്റ്ററെ, നിങ്ങൾ ഈ കേരളത്തിൽ ഇരിക്കുക, ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ തണുപ്പാ. ഈ തണുപ്പത്തൊക്കെ രാവിലെ 5 മണിക്കും 4:30ക്കും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തന്നെ ചില ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? യേശു എപ്പോഴാ എഴുന്നേറ്റ്? അതിന് ആ ഏർലി എന്ന് എഴുതിയിരിക്കുന്ന വാക്കിന്റെ മൂലഭാഷ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ആ വാക്കിൽ നിന്ന് the last watch of the night, അന്ത്യയാമം എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 4ാമത്തെ യാമം. അതിരാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള ആ യാമത്തിലാണ് യേശു എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത്. ഫസ്റ്റ് കാര്യം യേശു ചെയ്യുന്ന അതാണ്. വെരി ഏർലി ഇൻ ദ മോർണിംഗ് he got up to pray. What is the first thing that you do? Oh, I go immediately for the phone and see if there is any WhatsApp message. Alle, praise the Lord. That's the difference. Jesus is our model. Yes, 100% Jesus God ആണ്. അപ്പോൾ തന്നെ 100% ഹ്യൂമനുമാണ്. അങ്ങനെ വേറൊരു വ്യക്തിത്വമില്ല. ഹ്യൂമാനിറ്റിയിലാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. As God, he doesn't need to pray. This is his humanity. നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് കർത്താവ്. അതുപോലെ താൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഇംപെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ആ ഏർലി മോർണിംഗ് അവേഴ്സ് കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ്. അല്ലാതെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അതല്ല. അത് നമ്മുടെ പ്രാർത്ഥന അല്ലേ? നിങ്ങളെല്ലാം ചിരിക്കുന്നു. ഈ പാസ്റ്റർക്ക് പ്രവചനപരമുണ്ടോ? ചിലരുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ ശൈലിയല്ലേ? ആ വാക്ക്, ആ ഒരൊറ്റ വാക്കിൽ നിന്ന് വെരി ഏർലി ഇൻ ദ മോർണിംഗ് ജീസസ് ഗോട്ട് അപ്പ് ആൻഡ് പ്രേഡ്. ആ പ്രേയർ അത് ഇംപെർഫെക്റ്റ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ he was continually praying for hours. ആരോട് സംസാരിക്കുന്നതിന് മുമ്പേ ഒരു ദിവസം അതിരാവൻ ഇത് യേശുവിന്റെ പതിവായിരുന്നു. ചിലര് അന്നേരം പറയുന്നത്, എന്തോ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, കമ്പനി പോണോ, ബിസിനസ് നടത്തണോ, ഒന്നുമില്ലല്ലോ, കർത്താവിന് പ്രാർത്ഥിച്ചാ പോരെ. അവിടെയാണ് എനിക്ക് നിങ്ങളെ ഒരു കാര്യം കാണിക്കാനുള്ളത്. ഈ അതിരാവിലെ 3 മുതൽ 6 വരെയുള്ള സമയത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ തലേ ദിവസം എത്ര മണിക്കായിരിക്കും കിടന്നത്? തലേ ദിവസം എന്താണ് കർത്താവ് ചെയ്തത് എന്നത് നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് അതിരാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകുന്നത്.
അതുകൊണ്ട് തലേ ദിവസത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്. എത്ര ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു ജീസസിനുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കഫർനഹൂമിൽ ഒരു സിനഗോഗിൽ ചെല്ലുക, അവരുടെ പള്ളിയിൽ യേശു ചെല്ലുക. അവിടെ കർത്താവ് ശക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നു. അവിടെ പറയുന്നത് അവൻ അധികാരത്തോടെ പഠിപ്പിച്ചെന്നും ആളുകളെല്ലാം അമേസ്ഡ് ആയി എന്ന. അവൻ കഫർനഹൂമിൽ പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചു. ഇനി അത് മാത്രമാണോ? ഉപദേശം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂതമിളകി. പള്ളിക്കകത്ത് ഭൂതമുണ്ടോ? ഉണ്ട്. നല്ല കൃപ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇളകും. എല്ലാ ശബത്തിലും വന്ന് ആമേൻ പറഞ്ഞു പോകുന്ന പുള്ളിയാ. ഈ പ്രത്യേക ശബത്തിൽ അഭിഷക്തൻ വന്നിട്ടുണ്ട്, ഭൂതവിളയും. 23-ാം വാക്യം, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ നിലവിളിച്ചു. 25-ാം വാക്യം, യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. 27-ാം വാക്യത്തിൽ പിന്നെയും എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വചന ശുശ്രൂഷ കേട്ടപ്പോൾ എല്ലാവരും അമേസ്ഡ് ആയി. ഇവിടെ പിന്നെയും ഈ വിടുതലിൻ ശുശ്രൂഷ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അപ്പൊ തലേ ദിവസത്തെ ഒരു ക്രിയയായത്. പള്ളിയിൽ ഗംഭീരമായി ശുശ്രൂഷിച്ചു, നന്നായിട്ട് ദൈവവചനം പഠിപ്പിച്ചു. അതിനോട് ചേർന്ന് ഇത് രാവിലെ നടന്ന സംഭവമാണ്. ഇത് രാവിലെ നടക്കുന്ന സംഭവമാണ്. ഈ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് അടുത്തെന്തോ ചെയ്തെന്നറിയാമോ? 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അത് ഉച്ചയ്ക്ക് പത്രോസിന്റെ വീട്ടിൽ ചെല്ലുന്നു. ചെന്നപ്പോഴാ പറഞ്ഞ, ഗുരു അമ്മച്ചി വയ്യാതെ കിടക്കുക. പത്രോസിന്റെ അമ്മായി അമ്മയെ സൗഖ്യമാക്കി. അവിടെ എഴുതിയിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ നോക്കുന്നു, അങ്ങനെ പത്രോസിന്റെ അമ്മായി അമ്മയുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ മോർണിംഗ് സ്കെഡ്യൂൾ എന്താ? He was preaching and teaching and casting out demon. അത് കഴിഞ്ഞ് ഉച്ചയായി, യോഗം എല്ലാം കഴിഞ്ഞു. യോഗം കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്നു, പീറ്ററിന്റെ വീട്ടിൽ, പീറ്റർ താമസിക്കുന്ന കഫർനഹൂമിലെ വീട്ടിൽ. അമ്മായിയമ്മ ദീനമായി കിടക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം പഠിച്ചു. ശരിക്കും ഈ പാൻഡമിക്കിൽ അതൊന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. അവിടെ എഴുതിയിരിക്കുന്ന കഠിന ഫീവർ ആയിരുന്നു. ശരിക്കും എന്റെ മൂലഭാഷ പറഞ്ഞാൽ കഠിനമായ ഫീവർ ആയിരുന്നു. യേശു അത് സൗഖ്യമാക്കുന്നു. എന്നിട്ട് ആ അമ്മച്ചി എഴുന്നേറ്റ് ഇവരെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഫീവർ മാറി പിന്നെ തളർച്ച മാറാൻ 2-3 ദിവസം അങ്ങനൊന്നും അല്ല. ഇത് അന്നേരം തന്നെ ആള് സൗഖ്യമായി, എഴുന്നേറ്റു. അതല്ലേ മിറക്കിള് അല്ലേ? അല്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ബ്രദർ നടന്നു പോയിക്ക് സാരമില്ലേ, വന്നതുപോലല്ലേ ഏതായാലും. അതല്ല മിറക്കിൾ. നമ്മൾ അങ്ങനെയൊക്കെ ആക്കിയത്. യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തെ ഓർത്താരും ദൈവത്തെ സഹായിക്കണ്ട. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഇന്നും കർത്താവ് ആളുകളെ വിടുവിക്കും. ചിലര് സഹായിക്കാൻ തുടങ്ങുന്നവരുണ്ട് അല്ലേ? ചെവി കേൾക്കാമോ ഇപ്പം? അല്ല മറ്റേ ചെവി അടുത്തൊന്ന് പറഞ്ഞ്, അകലെയൊന്ന് പറഞ്ഞ്, കേക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമം പറഞ്ഞ് എന്തെല്ലാമാണ് ആളുകൾ ചെയ്യുന്നത്. വലിയ രസമായി. പക്ഷേ ഒരു ദിവസം ഇതിന് മുഴുവനും കണക്ക് കൊടുത്ത് പിടി വീഴും. ഹല്ലേലൂയ. ഇനി അമ്മായിയമ്മയുടെ അസുഖം ഒക്കെ വിടുതലായി. ഭക്ഷണമൊക്കെ അവിടെ അവരെഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അടുത്ത വിഷയം,
32 മുതൽ 34 വരെ ഈവനിങ് ടൈം ആയപ്പോൾ പത്രോസിന്റെ വീടിന്റെ അടുക്കല് നാട്ടുകാർ മുഴുവനും കൂടെ കൂടിയിരിക്കുക. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വിശ്വാസമല്ലെന്ന്. നോക്കിയേ, ഇതിന്റെ 32. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതുക്കൽ വന്ന് കൂടിയിരുന്നു. യേശു ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും കേട്ടോ. വ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. ഇത് കഴിഞ്ഞാണ് 35 നമ്മുടെ കുറിവാക്യം, അധികാലത്തെ ഇരുട്ടോടെ. അപ്പൊ ഈ രാവിലെ 3-3:30 ഒക്കെ എഴുന്നേക്കുന്നതേ രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ കയറി ഒരാളെ സൗഖ്യമാക്കി കഴിഞ്ഞ് ലേറ്റ് ഈവനിങ്ങിൽ നാട് മുഴുവനും ഇളകി വന്ന് ഉള്ള ഭൂതത്തെ എല്ലാം പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി ലേറ്റ് നൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് വിശ്രമിച്ച യേശുവാണ് ഈ അതിരാവിലെ എഴുന്നേറ്റത്. അവിടെ നമ്മളെ എന്ന് പറയുന്നത് 8 മണിക്കൂർ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങ് തളർച്ചയാണ്, എഴുന്നേക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാ ശുശ്രൂഷയും തളർച്ച, ജീവിതവും തളർച്ച, എല്ലാം തളർച്ച. ജീസസിന്റെ പ്രയോറിറ്റികൾ. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ ആരാണെങ്കിലും റെസ്റ്റ് എടുക്കാം നമുക്ക്. കാരണം ഇന്നലെ തകർത്തു. അയ്യോ, ജനം ഇളകിപ്പോയി. നമ്മൾ അന്ന് കടന്നൊന്ന് വിശ്രമിച്ച് അല്ലേ, പിന്നെ 2 ദിവസം അതിന്റെ ലഹരിയിലാ. ഭാര്യ ഭർത്താവ് കൊണ്ടിരുന്ന് പറയും, എന്ത് പറഞ്ഞിട്ട് നീ കണ്ടായിരുന്നു ആ ഭൂതം, ചാക്കോച്ചന്റെ ഭൂതം പോന്നു നീ കണ്ടു? അതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഒന്ന് ആനന്ദിച്ച് പ്രാർത്ഥിക്കണോ? ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇന്നലത്തെ ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 1 വർഷം ഓടാനുള്ള സംഭവമുണ്ട്. 1 വർഷം നമുക്ക് ഓടാനുള്ള ഇന്ധനം അതിനകത്ത്. ജീസസ് അങ്ങനെയല്ല, വെരി ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ ജീസസിന്റെ മുൻഗണന എന്താ? പ്രയറാണ്. ടു ബി വിത്ത് ദ ഫാദർ. പിതാവിന്റെ കൂടെ എനിക്കിരിക്കണം. കാരണം ഇന്നൊരു പുതിയ ദിവസമാണ്. ഇന്നത്തെ സംഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ എവിടെയാ പോകേണ്ടത്? ഇന്ന് എന്താണ് ശുശ്രൂഷിക്കേണ്ടത്? ഈ പുതിയ ദിവസം എനിക്ക് ദൈവാലോചനമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ ധരിക്കട്ടെ. ആദ്യം കർത്താവ് പത്രോസിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ഉണ്ടായിരുന്ന അവരുടെ വിഷയത്തിന്മേൽ വിടുതൽ കൊടുത്ത ശേഷം ആ വീടിനെ മറ്റനേകരുടെ നീടുകൾക്ക് ദൈവം ഉപയോഗിക്കുകയാണ്. ആദ്യം അവരുടെ പ്രശ്നം മാറ്റി അവരുടെ വീടിനെ എന്നിട്ട് ദൈവം ഉപയോഗിക്കുകയാണ്. കർത്താവ് അവിടെ നിന്നാണ് സ്റ്റേജ് ആക്കിക്കൊണ്ട് നാട്ടുകാരെ സൗഖ്യമാക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. മാനുഷികമായിട്ട് നിങ്ങൾ ഇതിനെ ഓർക്കണം. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അയ്യോ ജീസസ് ഈസ് ഗോഡ് പാസ്റ്ററേ, ജീസസിന് അങ്ങനെ ടയർഡൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കരുത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. ഞാൻ പിന്നെയും പറയാം, വേർപെട്ട സമൂഹം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, അത് നല്ലതാണ്. പക്ഷെ യേശുവിന്റെ വ്യക്തിത്വം നമ്മൾ അറിയണം. 100% ദൈവം, 100% മനുഷ്യനാണ്. യേശുവിന്റെ മനുഷ്യത്വത്തെ പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. യേശുവിന്റെ മനുഷ്യത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്നത്? യേശു എല്ലാം ചെയ്യുന്ന ദൈവത്വത്തിലാണ്. എന്നിട്ട് നമ്മളോട് പറയാം എന്റെ കൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒക്കുമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ മനുഷ്യത്വത്തിലാണ് യേശു പ്രാർത്ഥിക്കുന്നത്, ജയകരമായി ജീവിക്കുന്നത്, അത്ഭുതം ചെയ്യുന്നത് എല്ലാം. എന്നിട്ട് നമ്മളോട് പറയാ എന്നെ അനുഗമിക്കും, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുക. The humanity of Jesus. ചില ആളുകൾക്ക് പറ്റുന്ന അബദ്ധം, അവർ ഹ്യൂമാനിറ്റി മാത്രം എടുക്കും, യേശുവിന്റെ ദൈവത്വം നിഷേധിക്കും. ദുരുപദേശമാണ്.
മറ്റു ചിലർ യേശുവിന്റെ ദൈവത്വം സ്വീകരിക്കും, മനുഷ്യത്വം ഉപേക്ഷിക്കും. അതും തെറ്റാണ്. He is the God man. ഈ മനുഷ്യത്വം മനസ്സിലായില്ലെങ്കിൽ, ആ വെളിപ്പാടില്ലെങ്കിൽ, നമ്മൾ എങ്ങനെയാ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് യേശുവിനെ അനുഗമിക്കുന്നത്? അത് എപ്പോഴും നമ്മുടെ മൈൻഡിലിരിക്കും, He is God, I can't do that. ബൈബിൾ അങ്ങനെയല്ല പറയും. അപ്പൊ ഇവിടെ മനുഷ്യത്വത്തിൽ ശാരീരികമായി യേശു ടയേർഡ് ആയിരിക്കണം. യേശു ടയേർഡ് ആകുമോ? യേശു ടയേർഡ് ആകുമോ? ഇല്ല അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 4 വായിക്കണം. ശമരിയായി ചെന്നപ്പോൾ ഒരിറ്റ് വെള്ളം തരുമോ? He was tired. അത് യേശുവിന്റെ മനുഷ്യത്വമാണ്. ദൈവത്വത്തിൽ യേശുവിന് ടയർസമില്ല. God is never tired. He is omnipotent. അപ്പോൾ തലേന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഫിസിക്കലി ടയർഡ് ആണ് എങ്കിലും അത് പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു എക്സ്ക്യൂസായി കർത്താവ് ഉപയോഗിച്ചില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിലായിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിനകത്ത് നമുക്കൊരു വിടുതലുണ്ടാകും. അതുപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടന്ന ശുശ്രൂഷയോ ഇന്നലെ നടന്ന വ്യക്തിപരമായ ജയകരമായ ജീവിതം അതിന്റെ ആ സന്തോഷത്തിൽ നിൽക്കുകയല്ല, അതിന്റെ ആ സക്സസിൽ കർത്താവ് റെസ്റ്റ് ചെയ്യല്ല. അടുത്ത ദിവസം പിന്നെയും പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്ത് കർത്താവ് ആ ദിവസത്തേക്കുള്ള ആലോചനയ്ക്ക് പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ടോ, ബാക്കി എല്ലാ കാര്യവും കർത്താവിന് സെക്കൻഡറിയാണ്. നമുക്ക് എന്തെല്ലാം കാര്യമാണ് നമ്മുടെ മുൻഗണന. പിള്ളേര് രാവിലെ 6 മണിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് അതിന് മുമ്പ് എഴുന്നേറ്റ് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കണം. പ്രാർത്ഥിക്കണ്ടേ അമ്മാമ്മ? പ്രാർത്ഥിക്കാം, നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. പിള്ളേരുടെ കാര്യം ആരും നടക്കണം. അച്ചാച്ചൻ രാവിലെ 6:30 പോകണം. എല്ലാം നമുക്ക് മുൻഗണനയാ. പ്രാർത്ഥിക്കുന്നത് കർത്താവ് എല്ലാം അറിയുന്നില്ലേ? പ്രാർത്ഥിച്ചില്ലേലും സാരം. ജീസസിന്റെ മുൻഗണന പ്രയർ ആയിരുന്നു. ബാക്കിയെല്ലാം ജീസസിന് സെക്കൻഡറിയാണ്. ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് പിതാവിനോട് കൂടെ ബിസി ആയിരിക്കുക. ജീസസ് വാസ് ബിസി വിത്ത് ദ ഫാദർ ബിഫോർ ഹി മിനിസ്റ്റർഡ് ടു ദ പീപ്പിൾ. അല്ലേ? നമ്മുടെ പ്രയോറിറ്റി എന്താ? സത്യമായിട്ടൊന്ന് പറയാം. നമ്മുടെ പ്രയോറിറ്റി എന്താ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? മൊബൈൽ മെസ്സേജ്, ഫേസ്ബുക്ക് തപ്പുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ യു കനോട്ട് ഹിയർ ഫ്രം ഗോഡ്. ഒന്നാമത് ആ പ്രയോറിറ്റി ഇൻ പ്രയർ. ഏർലി ഇൻ ദ മോർണിംഗ് ജീസസ് എഴുന്നേറ്റു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ആ വാക്യത്തിൽ മറ്റൊരു കാര്യമുണ്ട്. ആട്ടെ, ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ, അല്ലെ എല്ലാരും ഇരുന്ന് കേൾക്കാൻ നല്ല സുഖമാണ്. പറഞ്ഞേ. മർക്കോസ് 1:35 അങ്ങോട്ട് അൺമ്യൂട്ട് ചെയ്തൊന്ന് വായിച്ച് രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് പറയാം. ഒന്നാമത് പറഞ്ഞത് പ്രയോറിറ്റി ഇൻ പ്രയർ. രണ്ടാമത്തെ കാര്യം വായിക്കാം. ഇപ്പോഴാ ഓർത്തത് ബൈബിൾ എടുക്കണമല്ലോ, അല്ലേ? ഈ ഫ്രിഡ്ജിന്റെ മേളിലുണ്ട്, വേഗം എടുത്തോണ്ട് പോവാ. അധികാരത്തിനോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കണ്ടോ, അതിരാവിലെ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലം, വീട്ടിൽ നിന്ന് പുറത്തു വന്ന് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ എന്റെ രണ്ടാമത്തെ കാര്യം എ പ്ലേസ് ഓഫ് പ്രയർ. ആദ്യം ഞാൻ പറഞ്ഞത് പ്രയോറിറ്റി ടു പ്രേ. 2 പ്ലേസ് ഓഫ് പ്രയർ. പ്രാർത്ഥനയ്ക്ക് യേശു ഒരു സ്ഥലം കണ്ടുപിടിക്കുക.
അപ്പൊ ഇതെന്തിനാ? അപ്പൊ ഇന്നത്തെ ഭാഷ പറയാൻ കേട്ടോ, അവിടെ എഴുതിയിരിക്കുന്ന നിർജ്ജന പ്രദേശം. ഇന്നത്തെ ഈ പാൻഡമിക്കിലെ ഒരു ഭാഷ പറയാം, ഐസൊലേഷൻ അല്ലേ? നമ്മൾ പറയുന്നില്ല ഐസൊലേഷൻ അല്ല പുള്ളി. ജീസസ് അതിരാവിലെ എഴുന്നേറ്റ് ഐസൊലേഷൻ. പത്രോസിന്റെ വീട്ടിലാകാൻ സാധ്യതയുണ്ട് കിടന്നത്. പത്രോസുണ്ട്, പത്രോസിന്റെ കുടുംബമുണ്ട്, അമ്മായിയമ്മയുണ്ട്, പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ഉണ്ട്, മറ്റു ശിഷ്യന്മാരുണ്ട്. യേശു അവിടെ കിടക്കുക. അയ്യോ, അവിടുത്തെ ബഹളമൊന്നും പറയണ്ട. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് മാറി ഒരേകാന്ത സ്ഥലത്തിൽ. അതെന്താ? ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. എനിക്ക് പിതാവിൽ നിന്ന് കേൾക്കണം. ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ളിടത്തല്ല. അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വേറിട്ടൊരു സ്ഥലത്ത് എന്ന്. ഇപ്പൊ യേശുവിന് പ്രേയറിനെ കുറിച്ചുള്ള ഗൗരവം മനസ്സിലായോ? അപ്പോഴാ ഇവിടെ കട്ടൻ കാപ്പി ഉണ്ട്, കൊണ്ടുപാടി. കട്ടൻ കാപ്പി വരുന്നിടം വരെ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് സ്വോത്രം കർത്താവെ, ഇന്ന് ആ ബോസ് വരുമ്പോ അവന്റെ കണ്ണങ്ങ് അടയ്ക്കണേ കർത്താവെ, ഞാൻ ഒന്നും അക്കൗണ്ട്സ് ഒന്നും ചെയ്തിട്ടില്ല, സ്വോത്രം. അപ്പോഴത്തേക്ക് കാപ്പി വരും. ഇവിടെ മോർണിംഗ് പ്രയറാണ്. നമ്മൾ ആ കൂടെ പ്രാർത്ഥിച്ച അറബിയുടെ കണ്ണിനെ കുരുടാക്കണേ. എന്താ ചെയ്യുന്നത്? ജീസസിനെ നമ്മൾ ശ്രദ്ധിക്കുക. ആ വീട് ഒത്തിരി ക്രൗഡഡാ. അവിടെ ഡിസ്റ്റർബ്ഡ് ആകും. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, ഏകാഗ്രത പോയാൽ ആ കമ്മ്യൂണിയൻ ശരിയാകത്തില്ല. അത്ര വിലയാണ് പ്രാർത്ഥനയുടെ വില കർത്താവ് കൽപ്പിച്ചത്. അതുകൊണ്ട് ജീസസ് ഒരു സോളിറ്ററി പ്ലേസിലേക്ക് പോവാ. ആ കമ്മ്യൂണിയൻ വളരെ സീരിയസ് ആണ്. പിതാവിനോട് സംസാരിക്കണം, പിതാവിൽ നിന്ന് കേൾക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാ ചിലര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈൽ അടിക്കും. സ്വോത്രം 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 കർത്താവേ, ഹലോ ഹലോ, എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? ഓക്കെ, പിന്നെ വിളിച്ചാട്ടെ. അതുകൊണ്ട് എനിക്ക് അത്ഭുതമായി, ഇവർക്ക് എന്താണിത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരോടും അല്ല, ചുമ്മാതെ ഇരിക്കുക. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇടയ്ക്ക് മൊബൈൽ ഫോൺ. കൺവെൻഷൻ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ ഉപദേശിമാര് വരെയാ. ഹലോ, കൺവെൻഷൻ നടക്കുകയാടി, കൺവെൻഷനായി, പിന്നെ വിളി. ഇതാ സഹോദരങ്ങളെ, നമ്മൾ ഈ പരുവത്തിലായി പോയത്. പ്രാർത്ഥനയാണ് കീ. എല്ലാ ഉണർവിന്റെയും പിമ്പിൽ പ്രയറാണ്. നിങ്ങൾ ലോക ചരിത്രം പരിശോധിക്കുക. എവിടെയൊക്കെ ആത്മീക ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, അതിന്റെ എല്ലാം പിമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയാണ്. ഗൗരവമുള്ള പ്രാർത്ഥന. ജീസസ് പ്രേഡ്. സോളിറ്ററി പ്ലേസിൽ ചെന്ന് പ്രാർത്ഥിക്കുക. ഹി ഈസ് സീരിയസ്. അല്ലാതെ ഇതിനിടയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുക, മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുക, ഇതൊന്നുമല്ല. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാനുള്ള അറേഞ്ച്മെന്റുകൾ കർത്താവ് ഉണ്ടാക്കിയത് കാണിക്കുന്നത് ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മനോഭാവമാണ്. നമ്മൾ തിരുത്തപ്പെടണം. വർഷാവസാനം 31 ഡിസംബറിൽ നല്ലവനും വല്ലഭനുമായിരുന്നെന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു പോവുകയല്ല. 2019 ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, ഒരെണ്ണം പോലും പാലിക്കാൻ ഒത്തില്ല. ഇതല്ലേ അമ്മാമ്മയെ കഴിഞ്ഞ 2019 പറഞ്ഞത്, 18 പറഞ്ഞത്, 17 പറഞ്ഞത്, അത് തന്നെയാ 20 പറയാൻ പോകും. പിന്നെ ഇപ്പൊ ഈ പാൻഡമിക്കിനെ ഒന്ന് വഴിയാരാ? അവൻ വന്നോണ്ടായിക്കാനൊക്കെ ഉണ്ടായി. സന്തോഷിപ്പിച്ച വാക്യം അല്ലേ? ഏതായാലും 31 ഡിസംബർ മിക്കവാറും സൂമിൽ കൂടെ പോകുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കും. യേശുവിനെ ശ്രദ്ധിക്കുക. യേശു ഈ നിർജ്ജന പ്രദേശത്തേക്ക്, അവിടുത്തെ ആ എംഫസിസ് കാണണം. എല്ലാ ദിവസത്തെയും ശുശ്രൂഷ യേശു ശ്രദ്ധിച്ചു കേൾക്കണം. കൂടെയുള്ള ശിഷ്യന്മാരെ അല്ല കൺസൾട്ട് ചെയ്തത്, പിതാവിനെയാണ്. അല്ല രാവിലെ പത്രോസ് എവിടാണ് ഇന്ന്, എവിടാ പരസ്യം, എവിടാ ആ പരിപാടിയല്ല. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് ആലോചന കിട്ടിയാണ് ഓരോ ദിവസവും.
അതുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് കർത്താവ് ഒരു നിർജ്ജന പ്രദേശം അന്വേഷിച്ചു പോവുകയാണ്. ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടപ്രകാരമോ വിദഗ്ധരുടെ ഇഷ്ടപ്രകാരമോ ശുശ്രൂഷിക്കുന്ന ഒരാളല്ല കർത്താവ്. പിതാവിന്റെ ഹിതം ചെയ്യാൻ വന്നു. ഓരോ ദിവസവും പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് കർത്താവിന്റെ തേജസ് ഉള്ള ശുശ്രൂഷയുടെ രഹസ്യം. ആ ശുശ്രൂഷയാണ് പിതാവിന് മഹത്വം കൊണ്ടുവന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സോളിറ്ററി പ്ലേസ് വേണം. ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂം തന്നെ ആയിരിക്കാം. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അതങ്ങ് ലോക്ക് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് കർത്താവുമായി വ്യക്തിപരമായിട്ടിരിക്കും. കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ കാണും. അവരോടെല്ലാം പറയാം, I am going to be in prayer. Please don't disturb. ആര് വിളിച്ചാലും I am in prayer. നിങ്ങൾ ശരിക്കും ഇത് എക്സർസൈസ് ചെയ്താൽ ജീവിതവും ശുശ്രൂഷയും മാറുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുക. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്റെ പപ്പായെ ഡിസ്റ്റർബ് ചെയ്തുകൂടാ. He is talking to God. എന്റെ പപ്പ ദൈവത്തിന്റെ സ്നേഹിതനാണ്. അതിനെക്കാട്ടിൽ വലിയ ഇമ്പാക്ട് എന്താ വേണ്ടത്? മൂന്നാമത്തെ കാര്യം, എന്റെ സമയമായോ എന്നുള്ളതാണ് എനിക്ക് സംശയമായിരിക്കുന്നത്. പാസ്റ്റർ, എനിക്ക് ഇനി എത്ര മിനിറ്റുകളുണ്ട്? ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് മൂന്നാമത്തെ കാര്യം പറയാം. The power of prayer. ഈ വാക്യത്തിൽ നിന്ന് അതിന് താഴോട്ടുള്ള ചില വാക്യങ്ങളും സഹായമായിരിക്കും. ഇതിനോടൊക്കെ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, പ്രയോറിറ്റി ഓഫ് പേഴ്സണൽ പ്രയർ. 2, പ്ലേസ് ഓഫ് പ്രയർ. തനിച്ച് വേറിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുക, ഏകാന്തത. ഇതെല്ലാം പേഴ്സണൽ പ്രയർ ആകട്ടെ. 3, ദ പവർ ഓഫ് പ്രയർ. ഈ 35-ാം വാക്യം കഴിഞ്ഞ് 36 മുതൽ 39 ഞാൻ വായിക്കാം. അതുകൂടെ വായിച്ചെങ്കിലേ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥനയിലെ ദൈവശക്തി മനസ്സിലാകുകയുള്ളൂ. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവനെ തെരഞ്ഞു കേട്ടോ. നിർജ്ജന സ്ഥലത്തല്ലേ. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മറുപടിയാ, നമുക്ക് ഇവിടുന്ന് പോകണം, പ്രസംഗിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ പത്രോസും കൂട്ടരും കർത്താവിനെ അന്വേഷിച്ചു വന്നപ്പോൾ 38-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, കർത്താവ് പ്രാർത്ഥിച്ചത് അന്നത്തെ ദിവസം പ്രസംഗിക്കാനുള്ള ദൂതും പ്രസംഗിക്കേണ്ട ഇടത്തെക്കുറിച്ച് പിതാവിന്റെ ഇഷ്ടം അന്വേഷിക്കുക. എന്താണ്? പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരുടെ കാതുകൾ തുറക്കപ്പെടണം, ഹൃദയം തുറക്കപ്പെടണം. പിതാവിന്റെ ഇഷ്ടം ആ ദിവസം നടക്കണം. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം. അത് കർത്താവ് പത്രോസിനോട് പറയുന്ന മറുപടിയിൽ നിന്ന് നാം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. ഇതാണ് ശരിയെങ്കിൽ, അതാണ് നമുക്ക് പഠിക്കാൻ ഒക്കുന്നതെങ്കിൽ, ഇന്നത്തെ സകല ശുശ്രൂഷകരും ശുശ്രൂഷകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന്റെ ഹൃദയം തുറക്കപ്പെടും. പൗലോസ് പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിര്, എന്റെ വായിൽ വാക്കുകൾ കിട്ടണം. ചിലർ ചിന്തിക്കുന്നത്
നമ്മളങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങ് ഒഴുകു കാണുന്ന. അയ്യോ, അങ്ങനെ അല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏത് പൊന്നുമോന്റെ ഒഴുക്ക് നിൽക്കും. പ്രാർത്ഥിക്കാതെ വരുന്നോണ്ടാണ് ദൂത് പറയാതെ, പ്രസംഗിക്കാതെ, പഠിപ്പിക്കാതെ എന്താ അലലിയ 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 അലലിയ. എന്താ അലലിയ? അല്ല ഒന്നും ഇല്ലേ? ഇല്ല, വാക്കുകൾ കിട്ടുന്നില്ല. പറയേണ്ട വണ്ണം പറയണം, പ്രാഗൽഭ്യത്തോടെ പറയണം. അത് പ്രാർത്ഥന ആവശ്യമാണ്. ജീസസ് പ്രാർത്ഥിച്ചെങ്കിൽ വെറും മൺപൊടികളായ നമുക്ക് പ്രാർത്ഥന വേണ്ടേ? എന്നാ കമന്ററി നോക്കിയാലും എന്നാ റിസോഴ്സസ് ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആപ്പീസ് കൂട്ടും. കമന്ററി ഒക്കെ നല്ലതാ, വായനയൊക്കെ നല്ലതാ, പോയിന്റും ഒക്കെ നല്ലതാ. ഈ പോയിന്റും ഇറങ്ങണ്ടേ? മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകണ്ടേ? ജീസസ് പ്രാർത്ഥിച്ചു. അത് നമുക്കൊരു പാറ്റേൺ ആണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രാർത്ഥിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോഴാ പാരമ്പര്യ യഹൂദന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുന്ന, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? കുത്താൻ പ്രസംഗിച്ചതല്ല, പക്ഷെ ആത്മനിറവിലുള്ള പ്രസംഗം, ആത്മാവ് വചനമെടുത്ത് കുത്തി. പാരമ്പര്യത്തിന്റെ കെട്ടിൽ നിൽക്കുന്ന യഹൂദൻ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. 3000 പേരാ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കയറി. ബിക്കോസ് ഇറ്റ് വാസ് എ പ്രേയിങ് പീറ്റർ. പ്രൈസ് ദി ലോർഡ്. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. രണ്ടാമത്തെ കാര്യം പവർ ഓഫ് പ്രയറിന്റെ പറയാൻ പോവാ. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവങ്ങളെ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ട്രാപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. തലേ ദിവസം പത്രോസിന്റെ വീട്ടിൽ അമ്മായിയമ്മ സൗഖ്യമാക്കി, സന്ധ്യയായപ്പോൾ നാട് മുഴുവൻ ഇളകി അവന്റെ വാതുക്കൽ വന്നു. യേശു തകർപ്പൻ ശുശ്രൂഷ ചെയ്ത് ഭൂതത്തെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ഭയങ്കര ശുശ്രൂഷ ചെയ്തു. പത്രോസ് ഇപ്പൊ വന്ന് പറയുകയാണ്, അതിരാവിലെ വേറിട്ട സ്ഥലത്തേക്ക് പത്രോസ് വന്ന് പറയുകയാണ്, അവനെ കാണുമ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗുരു, ഇന്നലത്തെ ആ മിനിസ്ട്രി എറിച്ച് കേട്ടോ. ആളുകൾ പറയുന്നു, ഇപ്പൊ അങ്ങേ വിടത്തില്ല, അങ്ങേ വിടത്തില്ല. നമുക്കിവിടെ ഒരു സഭ അങ്ങ് സ്ഥാപിച്ചാലോ? നമുക്കിവിടെ അങ്ങ് താമസിച്ചാലോ? ഇതിനകത്തൊളിഞ്ഞിരിക്കുന്ന ട്രാപ്പ് ദൈവദാസന്മാർ, ദൈവജനം മനസ്സിലാക്കണം. അനുകൂല സാഹചര്യം ഒരു ദിവസം ഉള്ളത് കൊണ്ട് അവിടെ ദൈവഹിതമാകണമെന്നില്ല കണ്ടിന്യൂ ചെയ്യുന്നു. കർത്താവ് ഉടനെ പറയാൻ, നോ, മറ്റുള്ള ഊരുകളിലേക്ക് പോകാം, അതിനായിട്ടല്ലോ ദൈവം എന്നെ അയച്ചത്. ഇവിടെ അനുകൂലമാണ്, ഇവിടെ കംഫർട്ട് സോണാ, ഇവിടെ ആളുകൾ യേശുവിന്റെ ശുശ്രൂഷ അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളാന്ന് എന്ത് ചെയ്യും? ഓ പ്രൈസ് ദി ലോർഡ്. ആരും അംഗീകരിക്കാതിരിക്കുമ്പോഴാ ഇവന്മാരെല്ലാം കൂടെ ഏതായാലും അംഗീകരിച്ച് എന്തോ കൈയൊക്കെ കാണിച്ചപ്പോ ഭൂതം പോയില്ലോ. നമ്മൾ അവിടെ അങ്ങ് തമ്പടിക്കും. പ്രാർത്ഥിക്കുന്ന ആള് വിവേചിക്കും. പ്രാർത്ഥിക്കുന്ന ആളിന് ദൈവഹിതം അറിയാം. പിതാവ് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്ന് പോകണം, അടുത്ത ഊരുകളിലേക്ക് പോകണം. അപ്പോഴാ നമ്മുടെ പത്രോച്ചൻ ഒരു നല്ല കാര്യമായിട്ട് വരുന്നത്, അല്ലേ? പാസ്റ്ററെ വിടാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പ്രാർത്ഥിച്ച യേശുവിനറിയാൻ ദൈവഹിതം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അവിടുന്ന് പോയി. നിങ്ങൾ കണ്ടോ പവർ ഓഫ് പ്രയർ? ഒന്ന്, പ്രസംഗിക്കാനുള്ള പവർ. രണ്ട്, ട്രാപ്പുകളെ തിരിച്ചറിഞ്ഞ് ഒഴിവായി പിതാവിന്റെ ഹിതമനുസരിച്ച് പോകാനുള്ള ദൈവകൃപ, ദൈവശക്തി. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്ത ഇടങ്ങളിലേക്ക് പോവുക. ഞാൻ അടുത്ത ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ വാക്കൊരു വലിയ വാക്കാ കേട്ടോ. പുറപ്പെട്ടു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എവിടെ നിന്ന് പുറപ്പെട്ടു വന്നു? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു വന്നത് ഇതിനാ.
സ്തോത്രം. ഞാൻ എന്റെ വാക്കുകള് ഇവിടെ നിർത്താം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. യേശു ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹാപുരോഹിത പ്രാർത്ഥന മധ്യസ്ഥനായി മധ്യസ്ഥത അണച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എബ്രായ ലേഖനം 7:25, റോമർ 8:34, 1 യോഹന്നാൻ 2:1. ജീസസ് കണ്ടിന്യൂസ് ടു പ്രേ ഫോർ ഹിസ് ചിൽഡ്രൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. He is interceding for us. പക്ഷപാതം ചെയ്യുന്ന യേശു. Praise the Lord. ഞാൻ ക്ലോസിംഗിൽ പറയാം, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല. ആരാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? സങ്കടപ്പെടണ്ട, യേശു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ഉപവാസ പ്രാർത്ഥനയാകട്ടെ. കേവലം ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല, ഉപവാസ പ്രാർത്ഥന. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കണ്ടോ ജീസസിന്റെ മനോഭാവം. അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു എഴുന്നേറ്റ് ആ വീട് വിട്ട് പുറത്തു വന്നു ഒരു നിർജ്ജന പ്രദേശത്ത് പിതാവിനോടുള്ള പ്രാർത്ഥനയിലിരിക്കുക. നമ്മളെ ഇത് ചാലഞ്ച് ചെയ്യണം. നമ്മുടെ പ്രയർ ലൈഫ് മാറണം. മാറിയാൽ നമ്മൾ മാറും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഓവർ ടു യു.